ഈ നിൽക്കുന്നതാണ് കരിമഞ്ഞൾ. ഇതും കരിമഞ്ഞളാണ്, നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ട്. ഒരാൾ പാല് കുടിക്കുന്ന സ്റ്റൈല്. എടാ ഉണ്ടച്ചെറുക്ക. തന്നെ വന്നോ? അമ്മയെ തിരക്കി വന്നതാ. ഇവിടെ ബാക്കി പിള്ളേരെ കൂടെ എടുത്തിട്ട് വന്നത്. അടുത്തെന്ന് തോന്നുന്നത് നല്ല പോളിങ്ങാണല്ലോ. നമ്മൾ ഓണത്തെ വരവേൽക്കാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം ഫർണിച്ചറുകളെല്ലാം നടുക്കിട്ട് അതിൻ്റെ പുറത്ത് തുണി സാരിയൊക്കെ വിരിച്ചിട്ടേക്കാണ് പെയിൻറ്റ് വീഴാതിരിക്കാൻ. നമ്മൾ പെയിൻ്റ് അടിക്കുക. അതുകൊണ്ട് നമ്മൾ പെയിൻ്റ് അടിക്കണ്ട. ഈർപ്പം ഇറങ്ങിയിട്ടായിരിക്കണം ഭിത്തിക്കൊക്കെ ഒരു കളർ. പിന്നെ പിള്ളേർ കളിച്ചതല്ലേ, ശാലി ചേച്ചിയുടെ മക്കളും ഉണ്ട്, നമ്മുടെ കിടുവും ഉണ്ട്, എല്ലാവരുടെയും കൈപ്പാടുകളും ഉണ്ട്, കാൽപ്പാടുകളും ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് പെയിൻ്റ് അടിച്ചിട്ട് ഓണത്തെ വരവേൽക്കാനൊന്ന് പെയിൻ്റ് അടിക്കാം. അപ്പം നിങ്ങൾ ഓർക്കും പെയിൻ്റ് അടിക്കാൻ ഏതോ പുറത്തുനിന്ന് 2-3 ചേട്ടന്മാർ വന്നിട്ടുണ്ടെന്നില്ല. ഒന്ന് കണ്ണാപ്പി, ഒന്ന് അച്ചു, ഒന്ന് കുഞ്ഞാവാ. അണ്ണാണി പിന്നെ ഇവിടെ ഇല്ല. അണ്ണാണി വന്നാൽ പിന്നെ അണ്ണാണി ഉണ്ടാവും നമുക്ക് കരുതാം. ഒന്നല്ലെങ്കിൽ ഓർഡർ ഇടാനെങ്കിലും ഇവിടെ ഇരിക്കും. ഇതങ്ങനെയല്ല, ഇങ്ങനെയെന്ന് പറയാം. മമ്മിന്റെ പൊന്നുവാടി. ഇതുണ്ട് ഇവിടുത്തെ കഴുക്കുണ്ട. എടാ മൂത്തപ്പൻ ഓരോന്ന് ഉണ്ടാക്കി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് ഇവര്. ഓ എന്താല്ലേ നിസ്സാരം. അകത്ത് കയറി. ഹലോ, ആ ഷർട്ടും ആ കോളറും കൂടെ കറക്റ്റായി കെയർഫുള്ളായിട്ട് അടിക്കുന്നു. കയറിയിരുന്ന് പെയിൻ്റ് അടിക്കുന്നു. അങ്ങനെ അടുത്ത മുറിയിലേക്ക് പെയിൻ്റ് അടി കയറിയിരിക്കുന്നു. നമ്മുടെ ഡൈനിങ് റൂമിലെ പെയിൻ്റ് അടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പെയിൻ്റ് അടിക്കാരൻ ശശിയാണ്. രാണൻ തങ്കൻ ചേട്ടൻ. വീഡിയോ എടുക്കുന്ന ആരാ? കയ്യാള് ശാന്തയാ വീഡിയോ എടുക്കുന്നത്. നെക്കാട് ശാന്ത. നിങ്ങൾ കഴിച്ചോ? അല്ല പിന്നെ കപ്പ ബിരിയാണി കഴിച്ചില്ല? ഇനിയിപ്പോൾ എന്നും കപ്പ ബിരിയാണിയോട്. അതാവൂല, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസം എല്ലാവരും കൂടെ ഉണ്ടാക്കി. എന്താ പറ, ഉറക്കെ പറ. അതെ, എന്തേലും പറയാനുണ്ടോ അമ്മായി? കണ്ണാടി വെച്ച് നോക്കിയിട്ട് പറയാനാ അവിടെ ആയില്ല ഇവിടെ ആയില്ല. അമ്മയുടെ വെളിച്ചെണ്ണ കാണിക്കട്ടെ. സ്വന്തമായി കണ്ടുപിടിച്ചതാണ്, എനിക്ക് അറിയത്തില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. സുലുവമ്മ ഉണ്ടാക്കിയ വെളിച്ചെണ്ണ കേട്ടോ. ഇത് തേങ്ങാപ്പാലിൽ നിന്ന് എടുത്ത വെളിച്ചെണ്ണയാണ്. 3 തേങ്ങയുടെ. അപ്പോൾ അതിൽ നിന്നുള്ള കക്കനാണ് മാറ്റി വെച്ചേക്കുന്നത്. ശുദ്ധമായ വെളിച്ചെണ്ണ. അമ്മ ഇപ്പം ഈ പാത്രത്തിൽ ഒഴിച്ച് നോക്കൂ എത്രയുണ്ടെന്ന്. എന്നാലും 250 ഗ്രാമിൽ കൂടുതലുണ്ട്. 3 തേങ്ങ അല്ലേ ആയുള്ളൂ, അതും ചെറിയ തേങ്ങ. ശുദ്ധമായ വെളിച്ചെണ്ണ. ഇനി മുതൽ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അമ്മ. ഇത് കഴിക്കുന്നതിന് നല്ലത്. അതായത് അമ്മ ഉണ്ടാക്കിയിട്ടില്ലെന്നല്ല, ഇത് വേറൊരു രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ടാണ്. അല്ലാത്ത രീതിയിൽ തേങ്ങ തിരുമ്മിപ്പാലെടുത്തിട്ട് വേറെ അച്ചാച്ചി ഇപ്പം ഉടനെ ചെയ്തു തരും. എണ്ണ തീരാറായി ഇവിടെ. അതുകൊണ്ട് കുക്കറിനകത്ത് തേങ്ങ പൊട്ടിക്കാതെ ഇട്ട് വെന്തിട്ട് പൊട്ടിച്ച് എല്ലാവരും ചെയ്യുന്നത് കണ്ടതാണ്. അത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഇത് നോക്കി, കിളിക്കൂട്ടിലേക്ക് മൊത്തത്തിന് പാമ്പ് തിന്ന്. എന്നിട്ട് അത് പുറത്തിറങ്ങി ശ്വാസം മുട്ടി ചത്ത്. പാമ്പും ചത്തു. അടിച്ചു വന്നില്ല, പാമ്പ് ചത്തു. പാമ്പ് അതിന്റെ വിടവിൽ കൂടെ ഇറങ്ങി ശ്വാസം കിട്ടാണ്ടൊന്നും ചത്തായിരിക്കുവാ. 3 കിളി ഉണ്ടായിരുന്നതിനെ 3-ന് ഇതെങ്ങനെ വിടക്ക് കയറിയെന്നുള്ളത്. ഇതിനകത്ത് വെച്ചേക്കുമായിരുന്നു ആ കൂട്. ഇത് കേറിയപ്പം പട്ടിണിയായിരുന്നു, കുഞ്ഞുങ്ങളെ തിന്നപ്പം ജീവൻ വെച്ചു. അത്ര വലിയ പാമ്പാട്ടോ. 3 കിളിക്കുഞ്ഞും അതിന്റെ വയറ്റിലുണ്ട്. കള്ളപ്പന്നി.
പാമ്പുണ്ടെന്നാണോ ഇനി? അങ്ങനെ പെയിന്റ് അടിയൊക്കെ ഒരുവിധം കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ പെയിന്റ് അടിയേ പേടിക്കണ്ട, ഞാൻ എടുത്തില്ല. ഇപ്പോൾ ഇവിടെ പെയിന്റ് അടിയാണ്. എന്തൊക്കെടൂ കൈയാണോ അത്? ഹലോ, ഓൾ സെറ്റ്. ഇവിടെയൊക്കെ പെയിന്റ് അടിച്ച് കുഞ്ഞാടെ പോയടാ. വിഷുവാടാ വിഷുക്കണി കാണുന്നേ, വിഷുക്കണി കാണുന്നേ. രാവിലെ വളരെ കേട്ടോ കത്തേക്ക് രാവിലെ കിട്ടിയ പച്ചക്കറി. ഓർഗാനിക് ആയിരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ആരുടെ സ്വത്താ? ചൊത്തേ. എന്തിന്? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? വെള്ളി. പെയിന്റടിയൊക്കെ അങ്ങനെ ഏകദേശം കഴിഞ്ഞിട്ടാ. അപ്പം എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ജാനു വാതിലടച്ചിട്ടതിന് വാതിലിൻ്റെ വാതിൽക്ക് വന്നതുകൊണ്ട് മാന്തു. അപ്പോൾ നമ്മളെന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ IUI ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന പ്രോസസ്സ് അല്ലെങ്കിൽ പ്രഗ്നൻസി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടിരിക്കുവാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപസ്മാരം കൂടെ വന്നാൽ അല്ലെ ഫിറ്റ്സ് വന്നാൽ എന്ത് ചെയ്യും, എന്ത് പ്രിക്കോഷനാണ് എടുക്കേണ്ടത്? നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. അതായത് കഴിഞ്ഞ ദിവസം രാത്രി എനിക്ക് പറഞ്ഞുള്ള അറിവാട്ടോ, കേട്ടറിവാണേ, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ മേളിൽ പോയി കട്ടിലിൽ കിടക്കുമായിരുന്നു. കുഞ്ഞാവ അപ്പുറം എവിടെയായിരുന്നു, അണ്ണാണി താഴെ ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അവിടെ കട്ടിലേ കിടക്കുക. അപ്പോൾ പിന്നെ അണ്ണാണി കയറി വന്നു എന്നാണ് പറയുന്നത്. അണ്ണാണി പറയുന്നത് അണ്ണാണി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊന്ന് മനസ്സിൽ തോന്നി എന്നെ ഒന്ന് കാണാം, എന്ത് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നറിയാൻ വേണ്ടി അണ്ണാണി കയറി വന്നപ്പോഴത്തേക്ക് ഞാൻ ഫിക്സായിട്ട് അവിടെ കിടക്കുകയാണ് കട്ടിലേ തന്നെ. പെട്ടെന്ന് കുഞ്ഞാവയെന്ന് വിളിച്ചപ്പോൾ കുഞ്ഞാവയും കൂടെ ഓടി വന്നു. അങ്ങനെ അത് അണ്ണാണിക്ക് മനസ്സിൽ തോന്നി ഒന്ന് നോക്കിയേക്കാന്ന്. അങ്ങനെ കയറി വന്ന പിന്നെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ ഞാൻ കട്ടിലേ കിടന്നപ്പോഴാണ് വന്നത്, അതുകൊണ്ട് എങ്ങും വീണില്ല. നാക്ക് കടിച്ചുകൊണ്ട് നാക്കിന് നല്ല വേദനയുണ്ട്, കുറഞ്ഞു വരുന്നു. ഇപ്പോൾ ശീലമായതുകൊണ്ട് നമുക്ക് അറിയാമല്ലോ നാക്ക് കടിച്ചാൽ എത്ര ദിവസത്തിൽ ക്ലിയർ ആകുമെന്നുള്ളത്. അങ്ങനെ അബോധാവസ്ഥയിൽ നിന്നും അവർ കുറേ നേരമൊക്കെ ഇരുന്ന് എന്നെ ഉണർത്തിയപ്പോൾ, പക്ഷെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ മേളിൽ റൂമിൽ ഷെൽഫേൽ കുറച്ച് കത്തികളിരിപ്പുണ്ട്. പുതിയ കത്തി, നമ്മളെന്തെങ്കിലും വീട് വെക്കുമ്പോൾ അവിടെ ഉപയോഗിക്കാമെന്ന് ഓർത്ത് ഗിഫ്റ്റ് കിട്ടിയ കേട്ടോ, ഒരു കിച്ചൺ സെറ്റിൻ്റെ. കണ്ണൻ ഇങ്ങനെ കത്തി കവറിൽ നിന്ന് വലിച്ചുരുന്നു ഇടുന്നു. അപ്പോൾ എന്തായാലും ഞാനിത് സംഭവം അറിഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ കണ്ണ് തുറന്നു കുറേ കഴിഞ്ഞപ്പോൾ കണ്ണൻ എൻ്റെ അടുത്ത് വിഷമം പറഞ്ഞു, എന്തായാലും ചേച്ചി എന്നെ കണ്ട് പേടിച്ചില്ലേന്ന്. അപ്പോൾ ഞാൻ കണ്ണ് തുറക്കുകയും കാണുന്നത് കണ്ണൻ കത്തി വലിച്ചുരുന്നു ഇടുന്നു. ഞാനവിടെ കിടന്ന് അലറിയെന്നാണ് പറയുന്നത്, കൊല്ലാൻ വന്നാന്ന് ഓർത്തിട്ട്. എനിക്ക് ആരാന്ന് മനസ്സിലായില്ലെന്നോ. പക്ഷേ ഈ സംഭവമൊക്കെ എനിക്ക് കണ്ണനെ കണ്ട് ഞാൻ അലച്ചതിൻ്റെ ഒരു ചെറിയ നേരിയൊരു ഓർമ്മ എനിക്കുണ്ട്, ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ നിന്നുകൊണ്ട് വീണായിരുന്നെങ്കിൽ പിന്നെ കൈക്കൊക്കെ ഒരു വേദനയുണ്ട്, ആ ബലം പിടിച്ചതിൻ്റെ എന്തിൻ്റെയൊക്കെയോ വേദനയും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ ഈ ഫിറ്റ്സുള്ള പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ള ആൾക്കാരോ നിങ്ങളുടെ അറിവിലോ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. ഒരു തവണ വന്നപ്പോൾ എനിക്ക് ടെൻഷനായി, ഇനി അങ്ങോട്ടെങ്ങാനും വല്ലതും അറിയത്തില്ലല്ലോ. ഡോക്ടർ പറഞ്ഞ രീതിയിൽ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പോകുമ്പോൾ എൻ്റെ ഡോക്ടറിനെ ഒന്നും കൂടി ഒന്ന് കാണിച്ചിട്ട് EEG ഒന്നും കൂടി എടുത്തൊന്ന് വേരിയേഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മളെ വിശേഷം എന്ന് പറയാൻ, ഇവിടെ വൈഫൈ കണക്ഷൻ ഇന്ന് കിട്ടും. ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സീതത്തോട്ടിലോ പാലത്തേലോ വേറെ എവിടെയെല്ലോ ഒക്കെ റേഞ്ച് ഉള്ളിടത്ത് പോയിരിക്കേണ്ട കാര്യമില്ല. നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് റേഞ്ച് ഉണ്ടാവും.
എന്നിട്ട് വേണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ലൈവ് വരാൻ. അതായത് കിട്ടിയിട്ട് പിന്നെ വിശേഷം എന്ന് പറയാൻ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടു. വീട് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക. സാധനമൊക്കെ ഓരോരുത്തരത്ത് മാറ്റിയും മറിച്ചും വെച്ചേക്കാം. അതിൻ്റെ മുകൾ ഭാഗം മൂടിയിട്ടിട്ട് പെയിൻ്റ് അടിക്കുക. പെയിൻ്റ് അടിക്കുന്നവർ അച്ചും കുഞ്ഞാവയും കണ്ണാപ്പിയും കൂടെ കേട്ടോ. പിന്നെ കണ്ണാപ്പിയുടെ കാര്യം ആരോ പറഞ്ഞിട്ടുള്ളത്, കണ്ണാപ്പി ഇവിടെ നിൽക്കുവാണോ, ജോലിക്ക് പോകുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കണ്ണാപ്പി അണ്ണാണിയും കൂടെയാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോകുന്നത്. കണ്ണാപ്പിക്കും ജർമ്മനി പോകാൻ വേണ്ടിയിട്ടാണ്. അവർ രണ്ടുപേരും പഠിക്കാൻ പോകുന്നതാണ്. അച്ചു പിന്നെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അച്ചു പഠിക്കുന്നു, കൂടെ ഞാൻ പഠിപ്പിക്കുന്നു, അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ടാറ്റാ.